നിങ്ങൾക്കെതിരെ പ്രതീക്ഷിക്കാത്ത ചിലര് കെണികളും കുരുക്കുകളും ഒരുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മയുടെ വാതിലുകൾ ആരോ അടയ്ക്കുന്നതായി നിങ്ങളെ അലട്ടുന്നുണ്ടോ? എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാകാൻ കഴിയാതെ എവിടെയൊക്കെയോ നന്മകൾ സ്റ്റക്കായി കിടക്കുന്നു എന്ന വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, മനുഷ്യർ നിങ്ങൾക്കൊരുക്കുന്ന കെണികളും തന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ നന്മയെ തടയുന്നുവെങ്കിൽ ഈ സന്ദേശം മുടങ്ങാതെ നിങ്ങൾ കേൾക്കണം. ഈ സന്ദേശം കേൾക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കും എന്നുള്ളതിൽ എനിക്ക് വളരെ ഉറപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ വാത്സല്യ പ്രേക്ഷകരോട് ഞാൻ പറയാം, ഏത് പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരെ തല ഉയർത്തി വന്നാലും, ആര് നിങ്ങൾക്ക് വിരോധമായി അവരുടെ ആയുധങ്ങൾ നിങ്ങൾക്ക് നേരെ എടുത്താലും, നിങ്ങൾ ഒരു ദൈവ മകനാണ്, മകളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഫലിക്കുകയില്ല. ആ വിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. വചനം വ്യക്തമായി പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് തരാം. ആ വാക്യം ഇങ്ങനെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം നിങ്ങളുടെ കുടുംബത്തിന് നേരെ, നിങ്ങളുടെ മക്കൾക്ക് നേരെ, നിങ്ങളുടെ ജോലിക്ക് നേരെ, നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ വീടിനും നിങ്ങളുടെ ഭാവി മേഖലകൾക്ക് നേരെ ആയുധമൊരുക്കി മന്ത്രം കൊണ്ടും കൂടുപാത്രങ്ങൾ കൊണ്ടും കൂടോത്രങ്ങൾ കൊണ്ടും ശകുന വാദകൾ കൊണ്ടും പ്രാഗി വാക്കുകൾ കൊണ്ട് ചില പ്രത്യേക തരത്തിലുള്ള ദോഷഗുണങ്ങൾ നിങ്ങൾക്ക് നേരെ അമ്പെയ്യുന്നത് പോലെ എയ്തു വിട്ടിട്ട് നിങ്ങളെ നശിപ്പിക്കണം, നിങ്ങളുടെ ജോലി നഷ്ടമാക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗതി ഉണ്ടാകരുത്, നിങ്ങളുടെ മക്കൾ 3, 4 ചിലപ്പോൾ 5 കാണും, പക്ഷെ അതിനൊന്നും കല്യാണം നടക്കരുത്, ഇനി കല്യാണം എങ്ങനെയും നടന്നാൽ അവർക്ക് മക്കൾ ഉണ്ടാകരുത്, നിങ്ങളുടെ വീടിനകത്ത് ഒരു സ്വസ്ഥത ഉണ്ടാകരുത്, നിങ്ങൾ ഒരു ശുശ്രൂഷകനോ ഒരു ജോലിക്കാരനോ ആയാൽ നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കരുത്, ജോലിയിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകരുത്, സാലറി നിങ്ങൾക്ക് കിട്ടരുത്, അഥവാ കിട്ടിയാൽ അത് നിങ്ങളുടെ കയ്യിൽ ഓട്ടസഞ്ചി പോലെ ആയിത്തീരണം, ഇടുന്നതെല്ലാം ശൂന്യമാകണം. നിങ്ങൾ ഇവിടുന്ന് വിറ്റുപറക്കി 2 കൈയും തലയിൽ വെച്ചുകൊണ്ട് അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഓടണം എന്ന് വാശിയോടെ നിങ്ങൾക്ക് നേരെ വിരോധമായി ആയുധമുണ്ടാക്കി ഇരിക്കുന്ന ചിലര് നിങ്ങൾ ഉറക്കത്തെ കെടുത്തുന്നില്ലേ? നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നില്ലേ? നിങ്ങളുടെ പ്രഷർ ഹൈ പ്രഷറായി മാറുന്നില്ലേ? എങ്ങനെയാകും എന്ന ചിന്തയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ലേ? എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞാൽ യേശുവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ, ബൈബിൾ പറയുന്ന വാക്കാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വിരോധമായി ഒരായുധവും ഫലിക്കയില്ല. വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ശക്തിയും നിങ്ങളുടെ മുമ്പിൽ ഫലിക്കയില്ല. അതിൻ്റെ ഫലത്തെ നിഷ്ഫലമാക്കുന്ന ദൈവത്തിന്റെ കരുണ, ആയുധത്തിന്റെ മൂർച്ചയെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന പൈശാചിക മേഖലകളെ ഉടച്ചു കളയുന്ന ശക്തി. വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ, ഒരു വഴിയായി നിന്റെ ശത്രു വന്നാൽ 7 വഴിയായി ചിതറി പോകത്തക്ക നിലയിൽ ദൈവത്തിന്റെ കരുണ കൊണ്ടും ദയ കൊണ്ടും നിങ്ങളെ മറയ്ക്കുമെന്ന് ഇന്ന് രാവിലെ ഞാൻ പറയുകയാണ്. കാരണം
ആര് നിങ്ങൾക്ക് വിരോധമാകട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ ചാർച്ചക്കാരാകാം, നിങ്ങളുടെ കൂട്ടുകാരാകാം, ഒരുമിച്ച് ജോലി ചെയ്യുന്ന, അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാകാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ അപ്പനും അമ്മയും 3 മക്കളും 2 മക്കളും അടങ്ങുന്ന ആ കൊച്ചു കുടുംബത്തിൽ തന്നെ സ്വന്തം സഹോദരങ്ങൾ പോലും നിങ്ങൾക്ക് വിരോധമായി നിന്നു എന്ന് വരാം. നിങ്ങൾക്ക് എതിരെ നിന്ന് നിങ്ങൾ പച്ച പിടിക്കരുത്, നന്മയുണ്ടാകരുത് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ടാകും. നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞുണ്ടാകും, നിന്റെ തലമുറ ഗതിയൊന്നും പിടിക്കാൻ പോകുന്നില്ല, നിന്റെ കുടുംബം ഒന്നും നന്നാകാൻ പോകുന്നില്ല, നിന്നെ കൊണ്ടൊന്നും അത് നടക്കത്തില്ല, നിനക്കൊരു വീട് പണിയാനുള്ള ആരോഗ്യവും പ്രാപ്തിയും പണവും ഒന്നും നിനക്കില്ല, എൻ്റെ മറ്റേ മോനെ നോക്ക്, മറ്റേ മോളെ നോക്ക്, അവള് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന അപ്പനും അമ്മയും പോലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നിരിക്കും. എന്നാൽ ആ വിരോധമായി എഴുന്നേൽക്കുന്ന ആയുധമോ വാക്കുകളോ, വാക്ക് ഒരു ആയുധമാകട്ടോ. നാക്ക് എന്ന് പറയുന്നത് വാളാണ്. വാളിനേക്കാളിലും മൂർച്ചയുള്ളതാണ് നമ്മുടെ നാക്കെന്ന് പറയുന്നത്. നമ്മുടെ ഒരു നാക്കുകൊണ്ട് ഒരാളെ കൊല്ലാനും പറ്റും, ഒരാളെ ജീവിപ്പിക്കാനും പറ്റും, ഒരാളെ വളർത്താനും പറ്റും, ആ ആളെ തന്നെ വേണമെങ്കിൽ ഇടിച്ച് അമർത്തി ഇരുത്തി അവന്റെ ഭാവിയെ അടച്ചു കളയാനും പറ്റും. നാക്ക് ചെറിയ അവയവം എങ്കിലും വലിയ കാട് കത്തിക്കുന്ന തീപ്പൊരിയാണെന്ന വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥമായി പറയാം, നിങ്ങൾക്കാരെങ്കിലും വിരോധമായി നിൽക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് അല്ല, കേട്ടിട്ട്, നിങ്ങൾ ആ വിഷയത്തിൽ ഭാരം അനുഭവിച്ച് വേദന അനുഭവിച്ച് എങ്ങനെ മുമ്പോട്ട് പോകും, ഈ കാര്യം എങ്ങനെ സോൾവ് ആകും, എന്ന ഈ അവസ്ഥയ്ക്കൊരു മാറ്റം കിട്ടുമെന്ന് ഭാരപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ, ദൈവശക്തിയിൽ, ദൈവകൃപയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ദൈവം ജോസഫിന്റെ ദൈവമാ. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം? ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 50-ാം അധ്യായം 20-ാം വാക്യത്തില് ജോസഫിനെ ദൈവം ആദരിക്കുന്നു. അവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ജോസഫിന്റെ സഹോദരന്മാർ അവനെ ദോഷിച്ചു, അവനെ തള്ളിയിട്ടു, കുഴിക്കകത്തെടുത്തിട്ടു, വസ്ത്രം ഉരിഞ്ഞെടുത്തു, അപ്പന്റെ അടുക്കെ കൊണ്ടുപോയി ആ ഏതോ മൃഗത്തിന്റെ രക്തത്തിൽ പുരട്ടി, ആ രക്തത്തിൽ പുരട്ടിയ വസ്ത്രം അപ്പന്റെ അടുക്കൽ കൊണ്ടുപോയി പറഞ്ഞു, നിന്റെ മകനെ മൃഗം തിന്നുകളഞ്ഞു, അവന് വസ്ത്രം മാത്രമേ, അങ്കി മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് അപ്പനെയും കളിപ്പിച്ച സഹോദരന്മാർ. അങ്ങനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജോസഫിനെ സ്വന്തം സഹോദരങ്ങൾ വിരോധമായി കണ്ടു, അവനെ കൊല്ലാൻ തീരുമാനിച്ചു, നശിപ്പിക്കാൻ തീരുമാനിച്ചു, ജീവനോടെ ഇരിക്കരുത് എന്ന് തീരുമാനിച്ചു. ജോസഫ് ജീവനോടെ ഇരുന്നാൽ നാളെ അവനെ നമ്മൾ വന്ദിക്കേണ്ടി വരും, വണങ്ങേണ്ടി വരും എന്ന് ചിന്തിച്ച് നമ്മളെക്കാൾ കൂടുതൽ ഫാസ്റ്റായി അവൻ വളരും, അപ്പനു പ്രിയപുത്രനാണ്, നമ്മുടെ സ്നേഹവും നമുക്ക് കിട്ടേണ്ട കരുണയും ആദരവും വസ്ത്രങ്ങളും ആഹാരങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും ഇവൻ കൊണ്ടുപോകും എന്ന് വെച്ച് സ്വന്തം സഹോദരങ്ങൾ പോലും ജോസഫിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. ആ വാക്യം ഇങ്ങനെയാണ് പ്രിയരെ, ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം, എല്ലാവരും ഒന്ന് കേട്ടാട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ജോസഫ് അവരോട്, ആരോട്? സഹോദരന്മാരോട്. ജോസഫ് പറയുകയാ, ധനകാര്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ജോസഫിന്റെ അടുക്കൽ വന്ന സഹോദരന്മാര് ചാക്കുമായി നിൽക്കുന്നത് കണ്ടപ്പോൾ ജോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞിട്ട് ജോസഫ് സഹോദരന്മാരോട് ക്ഷേമ അന്വേഷണങ്ങൾ നടത്തി, അപ്പൻ ജീവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ച് നിന്റെ സഹോദരനാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ജോസഫ് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട. അടുത്തത് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. സഹോദരന്മാർ ജോസഫിന് നേരെ എന്തോ വിചാരിച്ച്, നല്ലതൊന്നും അല്ല വിചാരിച്ചേ. ജോസഫ് നന്നായിട്ടിരിക്കട്ടെ, ജോസഫ് നല്ല വസ്ത്രം ധരിക്കട്ടെ, ജോസഫ് നല്ല ആഹാരം കഴിക്കട്ടെ, ജോസഫിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആകട്ടെ, ജോസഫിന്റെ മൈൻഡ് ഓക്കെ ആകട്ടെ എന്നൊന്നും അല്ല അവർ ആഗ്രഹിച്ചത്. ഇവിടെ ജോസഫ് തന്നെ സഹോദരന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നേരെ
ദോഷമാണ് വിചാരിച്ചത്. എനിക്ക് നന്മയുണ്ടാകണമെന്നല്ല വിചാരിച്ചത്, ദോഷമാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ എനിക്ക് നേരെ ദോഷം വിചാരിച്ചപ്പോൾ 20-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവമോ, നോക്കിക്കേ, മനുഷ്യർ ദോഷം വിചാരിച്ച് ആയുധമെടുത്ത് നിനക്ക് നേരെ നിൽക്കുമ്പോൾ അതിനെ നോക്കി ചഞ്ചലപ്പെട്ടും പിച്ചും പേയും പറഞ്ഞ് പരാജയത്തിന്റെ വാക്കും പറഞ്ഞ് നശിച്ച ജീവിതം എന്ന് പറഞ്ഞ് ജീവിതം കളയാതെ ജോസഫ് ദൈവത്തെ നോക്കി. ജോസഫ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് നേരെ വിരോധമായി സംസാരിച്ചു, ചിന്തിച്ചു, പ്രവർത്തിച്ചു. എന്നാൽ എനിക്കൊരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ സഹോദരങ്ങളെ നോക്കി പറയാൻ പറ്റുമോ? നിങ്ങളുടെ പ്രതിയോഗിയെ നോക്കി പറയാൻ പറ്റുമോ? നിങ്ങളുടെ പ്രതിസന്ധിയെ നോക്കി പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, പ്രവർത്തിക്കുന്ന, ആമേൻ, പ്രസംഗിക്കുന്ന, എഴുതുന്ന, ആമേൻ, ചാറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എനിക്ക് വിരോധമായി എന്തൊക്കെ ചെയ്താലും, നിങ്ങൾ എനിക്ക് വിരോധമായി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഞാൻ അതിനകത്ത് ഭാരപ്പെടുന്നില്ല. കാരണം എനിക്കൊരു യഹോവയുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഇവിടെ പറയുകയാണ്, എനിക്ക് ദൈവമുണ്ട്. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിനുള്ള എന്തോ വരുത്തി ജീവരക്ഷ വരേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ ഇന്നലകളിൽ എനിക്ക് വിരോധമായി നിന്നു, എൻ്റെ വസ്ത്രം, എൻ്റെ മേലങ്കി അഴിച്ചെടുത്തു, എൻ്റെ വസ്ത്രം ഒരു മൃഗത്തിന്റെ രക്തത്തിൽ മുക്കി എൻ്റെ അപ്പന്റെ അടുക്കെ കൊണ്ടു നിങ്ങൾ കൊടുത്തു, എന്നെ പൊട്ടക്കിണറ്റിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞു, ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ചു, എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവസാനം അതിലെ വന്നതായ കച്ചവടക്കാരെ കണ്ടപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് എന്നെ നിങ്ങൾ അവർക്ക് വിറ്റുകൊടുത്തു. അവരെന്നെ ആ വണ്ടിയെ വെച്ച് കെട്ടി, ആ മൃഗവാഹനത്തെ വെച്ച് കെട്ടി വലിച്ചുകൊണ്ട് കൊണ്ടുപോയി ഒത്തിപ്പേറിന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. അവിടെ ഞാൻ വിശ്വസ്തയോടുകൂടെ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ച് ഞാൻ നിർമ്മല മനസ്സാക്ഷിയോടെ ജീവിക്കുമ്പോൾ പാപം ചെയ്യുവാനായി പൊത്തിപ്പേറിന്റെ ഭാര്യ എന്നെ നിർബന്ധിച്ചു. പക്ഷേ പൊത്തിപ്പേറിന്റെ ഭാര്യയുടെ നിർബന്ധം ഞാൻ സഹിച്ച അതിനെ വഴങ്ങാതെ ഞാൻ അവിടുന്ന് ഓടിപ്പോയപ്പോൾ അവൾ എന്നെ തെറ്റുകാരനാക്കി ജയിലിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. അവിടെയും ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഓർത്തു. പൊത്തിപ്പേറിന്റെ വീട്ടിലും എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഓർത്തു. ആ കുഴിയിൽ കിടന്നപ്പോഴും കച്ചവടക്കാരുടെ കയ്യിലിരിക്കുമ്പോഴും ഞാൻ നിങ്ങളെയൊക്കെ ഓർത്തു. പക്ഷെ നിങ്ങൾ ആരും എന്നെ ഓർത്തില്ല. നിങ്ങൾക്ക് കിട്ടിയ 20 വെള്ളിക്കാശ് കൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷെ ഞാൻ അനുഭവിച്ച, ഇവിടെ വരെ കടന്നു വന്നപ്പോൾ സഹിച്ച സകല വേദനയും കഷ്ടതയും ഞാനും എൻ്റെ ദൈവവും മാത്രമായിരുന്നു അറിഞ്ഞതും കണ്ടതും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാ, ജോസഫ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാ, അന്ന് നിങ്ങൾ എനിക്ക് വിരോധമായി നിന്നതും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നേരെ ചെയ്തതും ഇന്ന് എനിക്ക് അത് ഏറെ ഗുണമായി. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, രക്തബന്ധങ്ങൾ നിനക്കെതിരെ എഴുന്നേൽപ്പിക്കുന്ന സകല കുതന്ത്രങ്ങളും തന്ത്രങ്ങളും, നിങ്ങളുടെ കൂട്ടുകാർ, വീട്ടുകാർ, നാട്ടുകാർ നിങ്ങൾക്കെതിരെ വിരോധമായി എഴുന്നേൽക്കുന്ന ആയുധങ്ങൾ, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എഴുത്തുകൊണ്ടോ നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന പ്രതിസന്ധികൾ, യോസഫ് ഇന്ന് ഇവിടെ പറയുന്ന പോലെ നാളെ നിങ്ങളും പറയും, അതെനിക്ക് ഏറെ ഗുണമായി. കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടതകൾ നിനക്ക് ഗുണമാകും. കഴിഞ്ഞ നാളുകളിലെ കണ്ണുനീര് നിനക്ക് നാളെ ഗുണമാകും. കഴിഞ്ഞ നാളുകളിലെ ഒറ്റപ്പെടലുകളും വേദനകളും തിരസ്കരണങ്ങളും സ്വന്തം വീട്ടിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, നാത്തൂനിൽ നിന്ന്, ആങ്ങളമാരിൽ നിന്ന്, വീട്ടുകാരുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന്, മക്കളുടെ കയ്യിൽ നിന്ന് കേട്ട് കരഞ്ഞു മടുത്ത വിഷയം, ഒറ്റപ്പെടലുകളും കണ്ണുനീരും താഴ്വരയും നാളെ നിങ്ങൾക്ക് ഗുണമാണെന്ന് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുമ്പോൾ ജോസഫിനെ പോലെ ചങ്കത്ത് കൈവച്ച് പറയണം, എൻ്റെ ദൈവം ഇന്നുള്ളതുപോലെ എന്നെ ബഹുജാതികൾക്ക് ജീവരക്ഷ വരുത്തേണ്ടതിന് അന്ന് നിങ്ങൾ എനിക്ക് വിരോധമായി ചിന്തിച്ചത് ഇന്ന് എനിക്ക് ഗുണമായി തീർന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്നു, ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറയാം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും നിനക്ക് ഫലിക്കുകയില്ല. ശത്രുവിന്റെ ആയുധത്തിന്റെ മൂർച്ച തട്ടിക്കളയുന്ന, അതിൻ്റെ കൊമ്പ് ഒടിച്ചു കളയുന്ന, അതിൻ്റെ മുന വളച്ചു കളയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന, ഇന്ന് കാണുന്ന, ഇന്ന് അനുഭവിക്കുന്ന യാതൊരു വേദനയിലും നിന്റെ മനസ്സ് തകരണ്ട. നീ മുറിഞ്ഞു പോകില്ല, തകർന്നു പോകില്ല, നശിച്ചു പോകില്ല. ഒരായുധവും നിനക്ക് ഫലിക്കയില്ല. സഹോദരന്മാർ ജോസഫിനെതിരെ ഉണ്ടാക്കിയ ആയുധത്തെ ദൈവം തട്ടിക്കളഞ്ഞിട്ട് അവനെ രാജസിംഹാസനത്തിൽ കൊണ്ടിരുത്തി
പിന്നത്തേതിൽ ബഹുജനങ്ങൾക്ക് ഗുണമാക്കി അവനെ മാറ്റിയതുപോലെ മാത്രമല്ല, ആരാണോ അവന് വിരോധമായി വിചാരിച്ചത് ആ സഹോദരന്മാർക്കും കൂടെ ഭാവി കാലത്ത് ഒരു വിരോധമായിട്ടല്ല ജോസഫ് നിന്നത്, ഗുണമായി നിന്നു. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം ഇങ്ങനെ കൈമാറട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഗുണമായി മാറും. നിങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറും. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. നിങ്ങളുടെ തലമുറ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. കാരണം 34-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം നമ്മുടെ രക്ഷകനാണ്. ദൈവം നമ്മുടെ രക്ഷകനാണ്. ജോസഫിനെ രക്ഷിച്ചു, അതവന് ഗുണമായി തീർന്നു. ദൈവം രക്ഷകനായി കാരാഗൃഹത്തിൽ ദൈവം ഇറങ്ങി. ദൈവം രക്ഷകനായി പൊട്ടക്കിണറ്റിൽ ഇറങ്ങി. ദൈവം രക്ഷകനായി ആ മിദ്യാന്യ കച്ചവടക്കാരുടെ ഇടയിൽ ദൈവം ഇറങ്ങി. ദൈവം രക്ഷകനായി പൊത്തിപ്പേറിന്റെ വീട്ടിലിറങ്ങി. എന്തിനാണ് ദൈവം രക്ഷകനായി 34-ാം സങ്കീർത്തനത്തിൽ 19-ൽ വായിക്കുന്ന പോലെ രക്ഷകനായി ജോസഫിന് വെളിപ്പെട്ടത്? ജോസഫിന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കസേരയുണ്ട്, ഒരു പദവിയുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്, ഒരു സ്വപ്ന നിറവേറലുണ്ട്. അതുവരെ ദൈവം ജോസഫിനെ സംരക്ഷിച്ചു, ദൈവം ജോസഫിനെ സൂക്ഷിച്ചു. ഇന്ന് ജോസഫ് നെഞ്ചും വിരിച്ചു നിന്ന് തലയെടുത്തു നിന്ന് പറയുകയാ: ജനങ്ങൾക്ക് ഞാൻ ഗുണമായി, നിങ്ങൾക്കും ഞാൻ ഗുണമാകുകയാ. ഇന്ന് രാവിലെ വിശ്വസിക്കാമോ? നിങ്ങൾ തകരത്തില്ല. നിങ്ങൾ ഇങ്ങനെ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇങ്ങനെ പട്ടിണി കിടക്കാൻ, ഇങ്ങനെ ഞെരുക്കം അനുഭവിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ബഹുജനങ്ങൾക്ക് നിങ്ങൾ ഗുണമായി മാറും. നിന്ദിച്ചവർക്കും പരിഹസിച്ചവർക്കും മാറ്റി നിർത്തിയവർക്കും നിങ്ങൾ ഗുണമായി മാറും. അതുകൊണ്ട് വിശ്വസിക്കുക, ഒരായുധവും നിങ്ങൾക്ക് ഫലിക്കയില്ല, ഒരായുധവും നിനക്ക് ഏശത്തില്ല. നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ദൈവം നിന്നെ പരിപാലിക്കും. നിന്റെ കൈയുടെയോ നിന്റെ ശരീരത്തിന്റെയോ തലയുടെയോ ഒരു മുടിനാരു പോലും പൊഴിഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ മെസ്സേജിന്റെ താഴെയുള്ള ഈ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കുറിച്ചിടുക. ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സന്ദേശം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ഓർക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കയില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞ അവിടുത്തെ നല്ല വാക്കിനായി സ്തോത്രം. ചില വാക്കുകൾ, ചില വ്യക്തികൾ, ചില പ്രവൃത്തികൾ ഞങ്ങളെ വല്ലാതെ മുറിപ്പെടുത്തുന്നു. മനസ്സ, വാച, കർമ്മ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഒറ്റപ്പെടലുകളും വേദനകളും സഹിക്കുന്നു. ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ വിരോധമായി നിൽക്കുന്ന ആയുധങ്ങളെല്ലാം തകർന്നു പോകട്ടെ. അതിൻ്റെ മുന ഒടിഞ്ഞു പോകട്ടെ. കർത്താവിന്റെ ശക്തി കെട്ടുപോകട്ടെ. ദൈവം ഇവരെ മാനിക്കട്ടെ. ഇന്ന് ഈ സന്ദേശം കേട്ട ഈ മക്കളെ ഞാൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.